ബാക്ക് ടു എഡ്ജ് വാലറ്റ്. +2 ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിങ്ങൾ ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകൾ കൂടി നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവുള്ളൂ പഠിക്കാനായിട്ട്. അല്ലെങ്കിൽ എക്സാം ഹാളിൽ കയറാൻ നിൽക്കുകയും അല്ലെങ്കിൽ നാളെ ആയിരിക്കും പരീക്ഷ, നാളെ രാവിലെ. അപ്പോൾ എന്തോ ആവട്ടെ, നിങ്ങളുടെ മുമ്പിൽ ഒരു കുറച്ച് സമയമുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പാടും വേഗം ഒന്ന് ക്വിക്കായിട്ട് കുറേ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ നമുക്കൊന്ന് പഠിക്കാം. കുറച്ച് കാറ്റഡ് സ്കെച്ചുകളും ചില പാഠങ്ങളുടെ റിവ്യൂസും കുറച്ച് ഫോർമാറ്റ്സുകളും എല്ലാം നോക്കി ഒരു ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നമ്മളൊന്ന് വളരെ ഫാസ്റ്റായിട്ട് വളരെ ഷോർട്ടായിട്ട് കുറേ പോയിൻറ്റ്സൊക്കെ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ കൂടെ. കുറേ ഇപ്പോൾ എല്ലാം കൂടി പഠിച്ച് എല്ലാം കൂടി മിക്സായി നിൽക്കുകയും അത്യാവശ്യം വേണ്ട കുറേ പോയിൻറ്റ്സുകളാണ്. ഈ പോയിൻറ്റ്സുകളൊക്കെ യൂസ് ചെയ്ത് വേണം നിങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് എഴുതാനായിട്ട്. അതേപോലെ ഫോർമാറ്റുകൾ കൃത്യമായിട്ട് എഴുതണം. അങ്ങനെ കുറേ കാറ്റഡ് സ്കെച്ചുകളുണ്ട്. അപ്പോൾ എല്ലാം നമുക്കൊന്ന് ഈസി ആയിട്ട് ഒന്നും പഠിച്ചെത്താത്ത കുട്ടികളാണെങ്കിലും നിങ്ങൾ എന്തായാലും നാളത്തെ പരീക്ഷയ്ക്ക് എഴുതാൻ സഹായിക്കുന്ന കുറേ പോയിൻറ്റ്സുകളായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഇതെല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. ഈ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് യൂസ് ചെയ്യുക. നമ്മൾ പഠിച്ച അതേ സംഭവം നമുക്ക് എഴുതാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈ പോയിൻറ്റുകളായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇനി നിങ്ങൾ മസ്റ്റായിട്ടും കാണേണ്ട 2 വീഡിയോസ് ഞാൻ പറയും. ഒന്ന്, പുറമേ നിന്ന് ചോദിക്കുന്ന ഒരു പോയിന്റ് തന്നിട്ട് അതിൻ്റെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതാൻ അറിയണം. അതെന്തായാലും ഒരു ഉറപ്പുള്ള ചോദ്യമാണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ മതി. അതിൽ ഞാൻ ക്ലാസ്സുകൾ കൊടുക്കാം. അപ്പോൾ എന്തായാലും പുറമേ നിന്നൊരു പോയിന്റ് തന്നാൽ എങ്ങനെയാണ് 8 മാർക്കിൻ്റെ അപ്രിസിയേഷൻ എഴുതാമെന്നുള്ളതും എല്ലാത്തിനും ഫോർമാറ്റുകൾ പറയുന്നൊരു വീഡിയോയും ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ ഈ 3 ടോപ്പിക്സ് മസ്റ്റായിട്ടും കാണാം. ഒരു 8 മാർക്കിനൊക്കെ ചോദ്യങ്ങളാണ് ഇത് 3. അപ്പോൾ ഈ 3 നോക്കിയിരിക്കണം. അതിനായിട്ട് താഴെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്ത് അതിലുള്ള വീഡിയോസും സമയമുള്ള കുട്ടികളെല്ലാവരും ഒന്ന് നോക്കി പോവാം കേട്ടോ. അപ്പോൾ 8 മാർക്കിൻ്റെ പുറമേ ചോദിക്കുന്ന ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ നോക്കാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂണിറ്റ് 3 എന്നാണ് തുടങ്ങുന്നത്. 1ഉം 2ഉം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കും. നമുക്ക് ലാസ്റ്റ് നോക്കാം 1ഉം 2ഉം. 3ാമത്തെ യൂണിറ്റിലെ 3 വീൽഡ് റെവല്യൂഷനെ കുറിച്ച് ഓർത്ത് വയ്ക്കേണ്ട പോയിൻറ്റ്സുകൾ മാത്രമാണിത്. ഇറ്റ് ഈസ് എൻ ഇൻ്റർവ്യൂ വിത്ത് ഇർഫാൻ അല. ഹീ ഈസ് ദ ഫൗണ്ടർ ഓഫ് സമാൻ. സമാൻ ഹെൽപ്ഡ് റിക്ഷ പുള്ളേഴ്സ്. Saman helped them to buy their own rickshaw. Saman taught their children. Saman gave new life to the community. The community felt safe and happy. അതാണ് ആ പോയിന്റിൽ ആ ഒരു ചാപ്റ്ററിൽ ഓർത്ത് വെക്കേണ്ടത്. ദീദി ഷഹീൻ മിസ്ട്രി എന്നാണ് പറയുക. ദീദി വാസ് എ റിച്ച് ഗേൾ. ഹെർ പാരൻസ് വർ അബ്രോഡ്. ഗൾഫിലാണെന്നല്ല, വേറൊരു കൺട്രിയിലാണ്. ഷി ബിഗാൻ ടു സ്റ്റഡി ഇൻ ഇന്ത്യ. ദെൻ ഷി വിസിറ്റഡ് സ്ലംസ് ഇൻ മുംബൈയിൽ തെരുവുകളൊക്കെ വിസിറ്റ് ചെയ്യുന്നു. ഷി വാണ്ടഡ് ടു ഡു സംതിങ് ടു ഹെൽപ്പ് ദ പുവർ പീപ്പിൾ. ഷി ഡിസൈഡ് ടു ഗീവ് ബേസിക് എഡ്യൂക്കേഷൻ ടു ദർ ചിൽഡ്രൻ. She started Agansha Foundation for this. Now Agansha has many centers in India. അപ്പോൾ ഇതൊക്കെയാണ് ഓർത്ത് വയ്ക്കുന്നത്. അഗാൻഷ ഫൗണ്ടേഷൻ്റെ ഫൗണ്ടറാണ് ഷഹീൻ മിസ്ട്രി. എന്തൊക്കെയാണ് ചെയ്തത്. ദെൻ സ്റ്റാമർ എന്ന് പറഞ്ഞ പോയത്തിനെ കുറിച്ച്. Stammer is a poem written by K. Sachidanandan. The poet says that stammer is not a handicap. ഇതൊരു ഹാൻഡിക്കേപ്പ് അല്ല. It is a way of speech. സംസാരിക്കുന്ന രീതിയാണ്. It is a gap between word and its meaning. വേർഡും മീനിങ്സിൻ്റെ ഇടയിലൊരു ഗ്യാപ്പാണ്. It is a silence between words and action. It is common to all. The poet says that God also stammered when he created men. മനുഷ്യന്മാരുണ്ടാക്കിയപ്പോൾ ദൈവവും സ്റ്റാമർ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാമർ ഒരു ഹാൻഡിക്കേപ്പ് അല്ല എന്നാണ് ആ ഒരു പോയത്തിൽ പറഞ്ഞിരുന്നത്. 4ാമത്തെ യൂണിറ്റിൽ വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ്. When a sapling is planted is a speech she spoke when she got Nobel Prize. അതായത് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് വാങ്കരി മാത്തേ എന്ന് പറയുന്ന ഒരു കെനിയൻ ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു കെനിയനിൽ വർക്ക് ചെയ്തൊരു എൻവിയോൺമെൻ്റലിസ്റ്റാണ്. ആ ഒരു ലേഡിക്ക് നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ സ്പീച്ചാണ് വെൻ എ സാപ്ലിംഗ് ഇസ് പ്ലാന്റഡ്. She was the first African woman to get Nobel Prize. She started Green Belt movement തുടങ്ങി. It was against deforestation and commercial farming. മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിനെ കുറിച്ചും കൊമേഴ്ഷ്യൽ ഫാമിങ്ങിനെതിരെയൊക്കെയാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് വർക്ക് ചെയ്തത്. They planted millions of plants. Kenya became a green again. കെനിയനെ വീണ്ടും ഗ്രീൻ ആക്കിയത് വാങ്കരി മാത്തയാണ്. Then Rice is a poem by Chemmanan Chako. The poet is returning from North India. He wanted to eat a meal of rice. റൈസ് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നത്. ഹീ ഈസ് ട്രാവലിംഗ് ഇൻ എ ട്രെയിൻ. ഹി തിങ്ക് ദാറ്റ് ഇറ്റ് വിൽ ബി പ്ലാന്റിങ് സീസൺ. അപ്പോൾ അവൻ്റെ മനസ്സിലുണ്ട് അവനിങ്ങനെ കുറേ ഇങ്ങനെ ഹസ്ക് ഉപയോഗിച്ച് ടോയ്സ് ഉണ്ടാക്കുന്നതും എല്ലാം അവൻ്റെ മനസ്സിലുണ്ട്. ബട്ട് വെൻ ഹി റീച്ച്ഡ് ഹോം ഹി വാസ് ഷോക്ക്ഡ്. ദ പാഡി ഫീൽഡ് ഹാസ് ചേഞ്ച്ഡ് ടു റബ്ബർ പ്ലാന്റേഷൻ. എല്ലാ നെൽകൃഷി റബ്ബറായി. ദ പോയം ഈസ് സെറ്റയർ ഓൺ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ്.
കർഷകരുടെ ഈ ആറ്റിറ്റ്യൂഡിൽ വന്ന ചേഞ്ചാണ് ഈ പോയത്തിൽ ഒരു സെറ്റയറായിട്ട് ഒരു കളിയാക്കുന്നത് പോലെ എഴുതിയിട്ടുള്ളത്. ദെൻ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. ഇതിലെ ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് ഇസ് എസ്സേ. ഇറ്റ് ടെൽസ് അബൌട്ട് ദ എഫക്റ്റ് ഓഫ് സെൻഷ്യൽ ഡ്രഗ്സ് ഓൺ ബ്രെയിൻ. ഡ്രഗ്സ് ക്യാൻ ബി ഡിവൈഡ് ഇൻടു മെഡിസിൻസ് ആൻഡ് സെൻഷ്യൽ ഡ്രഗ്. രണ്ട് തരത്തിലുണ്ട്. സെൻഷ്യൽ ഡ്രഗ് എഫക്ട് ദ ബ്രെയിൻ സെൽസ്. The brain control our body, so all our systems are affected. This will lead to many problems. Let's say no to drugs. ഈ ഡ്രഗ്സിനെ കുറിച്ചും ഈ പറഞ്ഞ പാഠങ്ങളിൽ നിന്നൊക്കെയുള്ള മോർ ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി 2-3 വീഡിയോസൊക്കെ ഇന്ന് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ സമയമുള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോസും കൂടി കാണാം. കുറേ ക്വസ്റ്റ്യൻസ് അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ക്യാരക്ടർ സ്കെച്ച് നമുക്ക് കുറച്ച് പോയിന്റ്സ് ആയിട്ട് ഓർത്ത് വയ്ക്കാം. റോബർട്ട് ബാൾവിൻ ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ പ്ലേ ദ അവർ ഓഫ് ട്രൂത്ത്, written by Percival Wilde. Okay, ഒരു മിനിറ്റ്. Percival Wilde ആണ് എഴുതിയിട്ടുള്ളത്. ഹീ ഈസ് എൻ ഹോണസ്റ്റ് മാൻ. ഹി വർക്ക്ഡ് ഇൻ ഗ്രേഷംസ് ബാങ്ക്. അവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഗ്രേഷമിൻ്റെ ബാങ്കിൽ. ബട്ട് ഹി ലീവ്ഡ് ഹാപ്പിലി വിത്ത് ദ ലോ ഇൻകം. വളരെ കുറഞ്ഞ വരുമാനമാണ്, ബട്ട് ഹി വാസ് ഹാപ്പി ആയിരുന്നു. വൺ ഡേ ഗ്രേഷം വാസ് അറസ്റ്റഡ് ഫോർ മിസ്യൂസ് ഓഫ് ഡെപ്പോസിറ്റ്. ആ ബാങ്കിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത പല എമൗണ്ടും ഗ്രേഷം എന്ത് ചെയ്തു, മിസ്യൂസ് ചെയ്യുന്നു. സോ ഹി ഓഫേർഡ് ഹ്യൂജ് എമൗണ്ട് ടു ബാൾവിൻ. റോബർട്ട് ബാൾവിൻ ഒരുപാട് ഹ്യൂജ് എമൗണ്ട് ഓഫർ ചെയ്യുന്നു ടു ടെൽ എ ലൈ ടു സേവ് ഹിം. ഗ്രേഷമിനെ സംരക്ഷിക്കാൻ വേണ്ടി, ഗ്രേഷമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി റോബർട്ട് ബാൾവിനോട് നുണ പറയുന്നു. ഹിസ് ഫാമിലി ഓൾസോ വാണ്ടഡ് ഹിം ടു ടേക്ക് ദ മണി. ആ പൈസ എടുക്കാൻ ഫാമിലിയും പറയുന്നു. ബട്ട് ബാൾവിൻ വാസ് നോട്ട് റെഡി ടു ഡൂ സോ. ബാൾവിൻ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ടുവേർഡ്സ് ദ എൻഡ് ബാൾവിൻ ഗെറ്റ്സ് എ ബെറ്റർ ജോബ്. ദസ് ദ ട്രൂത്ത് വിൻ ഇൻ ദ എൻഡ്. അവസാനം സത്യം വിജയിക്കുന്നു. നോമിത is a main character in the story Matchbox. She was a beautiful woman from a poor family. She was married to Ajit, a member of large rich family. Her mother was poor old widow, but she could not help her mother as she was jobless. Ajit had low opinion about her and her mother, but she remained silent. But one day she reacted violently. അതാണ് നോമിതനെ കുറിച്ച്. ഫെലിക്സ് ആൻഡ് ആൻറ്റോണിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് അമീഗോ ബ്രദേഴ്സിൽ ഫൈറ്റ് ചെയ്യുന്ന 2 ക്യാരക്ടേഴ്സാണ്. ഫെലിക്സ് വർഗാസ് ഇസ് വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി അമീഗോ ബ്രദേഴ്സ്. ഹി വാസ് 17 years old. He was the close friend of Antonio Cruz. Felix was dark, short and husky. He had black hair in natural afro style. His ambition was to become boxing champion of the world. He gave more importance to friendship. Antonio Cruz is one of the main character in the story Amigo Brothers. അതേപോലെ മറ്റൊരു ക്യാരക്ടറാണ്. He was 17 years old. He was a close friend of Felix Vargas. He was fair, lean and lanky. His hair was always falling over his eyes. മുടി ഇങ്ങനെ ഫ്രണ്ട്ലി ഇങ്ങനെ വീണിട്ടാണ് കിടക്കുന്നത്. ഹിസ് അംബിഷ്യസ് വാസ് ടു ബിക്കം എ ബോക്സിംഗ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. അതുതന്നെയാണ് അവൻ്റെയും താല്പര്യം. ഹി ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ഫ്രണ്ട്ഷിപ്പ്. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫ്രണ്ട്ഷിപ്പിനാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു 3 ക്യാരക്ടർ സ്കെച്ച്. ഇനി നിങ്ങൾക്ക് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട 6 പ്രധാനപ്പെട്ട ക്യാരക്ടർ സ്കെച്ചിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഇനിയും ക്വസ്റ്റ്യൻസ് വേണം, ഇനിയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അതിൽ ഞാൻ എല്ലാ വീഡിയോസും ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ കുറച്ച് കോമൺ സെൻറ്റൻസ് ആണ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോമൺ സെൻറ്റൻസ് ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഇറ്റ് ഈസ് നീഡ് ഓഫ് ദ അവർ, ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി, ഇറ്റ് ഈസ് റിയലി സീരിയസ്, വി ഷുഡ് ബി കെയർഫുൾ. അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് വിടാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ലൈൻസൊക്കെ തന്നിട്ട് അതിലെ മീനിങ്സൊക്കെ നമുക്ക് ചോദിക്കാം. എന്തെങ്കിലുമൊക്കെ സെൻറ്റൻസുകൾ തന്നിട്ട് അതിൻ്റെ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഏതൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ എല്ലാവരും മെൻഡിങ് വോളും സ്റ്റാമറും റൈസിൻ്റെയും ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ മസ്റ്റായിട്ടും പഠിച്ചിരിക്കുക. ഇനി ബ്ലേബ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ബ്ലേബ് എന്ന് പറഞ്ഞൊരു ബുക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മസ്റ്റായിട്ടും ഒരു ഫോർമാറ്റ് ഉണ്ട്. ബ്ലേബിന് ഒരു ബോക്സ് വേണം, അത് ഹെഡിങ് കൊടുക്കണം, ആരാണ് എഴുതിയിട്ടുള്ളത്, ഓതർ, പബ്ലിഷർ, ഇതെല്ലാം വേണം. സോ ബ്ലേബിൽ നിങ്ങൾക്ക് ഇറ്റ് ഈസ് റിട്ടൺ ബൈ, ഇറ്റ് ഈസ് അൺഫോർഗറ്റബിൾ സ്റ്റോറി, ഇറ്റ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബുക്ക്, നല്ലൊരു ബുക്കാണ്, ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു റീഡ്, അങ്ങനെയുള്ള സെൻറ്റൻസൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ബ്ലേബിൻ്റെ പക്ക പെർഫെക്റ്റ് ഫോർമാറ്റും അതിൻ്റെയൊക്കെ എക്സാമ്പിളും ഉൾപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടോളൂ കേട്ടോ. ഇനി ഇപ്പോൾ മാച്ച് ബോക്സിനെ കുറിച്ച് ചിലപ്പോൾ നമുക്കൊരു ബ്ലേബ് എഴുതാൻ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം, ഇറ്റ് ഈസ് എ ഫേമസ് ക്രിയേഷൻ ബൈ വെൽ നോൺ റൈറ്റർ ആശാ പൂർണ ദേവി. തീം ഈസ് തോട്ട് പ്രൊവോക്കിംഗ്.
Nomida is the main character. It is a story of married couple. Women are compared to matchbox. Language used here is so powerful. It is a masterpiece of the author. It is must to read book. അങ്ങനെയുള്ള കുറേ സെൻറ്റൻസുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇനി ബ്ലോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്പീനിയനാണ്. നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഇപ്പോൾ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചാണെങ്കിൽ ബോക്സ് വരയ്ക്കുക, ഹെഡിങ് കൊടുക്കുക, ബ്ലോഗ് ആകുമ്പോൾ ഡേറ്റും നമ്മൾ ആരാണ് എഴുതുന്നത് അവരെക്കുറിച്ച് എഴുതുക. പിന്നെ ഡ്രഗ് അബ്യൂസിൻ്റെ എല്ലാ പോയിൻറ്റ്സ് നിങ്ങൾക്ക് എഴുതാം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സെൻട്രൽ ഡ്രഗ് എഫക്റ്റ് അവർ ബോഡി ആൻഡ് മൈൻഡ്. അങ്ങനെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചൊരു എസ്സേ മസ്റ്റായിട്ടും പഠിക്കണം. ഡ്രഗ് അബ്യൂസിനെ കുറിച്ചും വുമൺ എംപവർമെൻറ്റിനെ കുറിച്ചും മസ്റ്റായിട്ടും പഠിക്കുക. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് വേറെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത ഒരു ഷോർട്ടായിട്ട് പല കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിച്ച് നോക്കുകയാണിത് കേട്ടോ. അപ്പോൾ അതാണ് ആ സെക്ഷൻ. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആകുമ്പോൾ നമുക്ക് സെമിനാർ റിപ്പോർട്ട് ഉണ്ട്. സെമിനാർ റിപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സെമിനാർ റിപ്പോർട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഇതിൽ വരണം. ഒന്ന് ഓർത്ത് വയ്ക്കുക. പ്രയറും വെൽക്കം സ്പീച്ച് ആരാ പറഞ്ഞത്, ചെയർമാൻ അഡ്രസ്, ഇനാഗുറേഷൻ, ഫെലിസിറ്റേഷൻ, പേപ്പർ പ്രസൻറ്റേഷൻ ആരൊക്കെ ചെയ്തു. അപ്പോൾ സെമിനാർ റിപ്പോർട്ട് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ വേറെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്കതിൽ വരണം. വോട്ട് ഓഫ് താങ്ക്സും നാഷണൽ ആന്തം ആരാണ്, അങ്ങനെയുള്ളത്. ഇമെയിലിൻ്റെ ഫോർമാറ്റ് നോക്കി വയ്ക്കുക. ടു അതുപോലെ സബ്ജക്റ്റ് എന്താണ്, സാർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. താങ്കിങ് യു, യു ആർ ഫെയ്ത്ത്ഫുള്ളി പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഒരു ബോക്സ് മനസ്സിൽ വേണം എന്താണ് ഇമെയിൽ എന്നുള്ളത്. ലെറ്റർ ടു എഡിറ്റർ ഫ്രം നമ്മൾ അഡ്രസ്സ്, ടു എഡിറ്റർ ന്യൂസ് പേപ്പറിൻ്റെ പേര്, സർ, സബ്ജക്റ്റ് തുടങ്ങാം. എന്നിട്ട് ഐ ഇൻവൈറ്റ് യുവർ അറ്റൻഷൻ ടു സീരിയസ് മാറ്റർ. വലിയൊരു കാര്യത്തിലേക്ക് നിങ്ങളെ അറ്റൻഷൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഹോപ്പ് യു വുഡ് ഡു സംതിങ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്കതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സ്പീച്ച് ആകുമ്പോൾ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ എം വെരി ഹാപ്പി ടു ബി ഹിയർ ഓൺ ദിസ് ഒക്കേഷൻ എന്നൊക്കെ തുടങ്ങി ഐ വുഡ് ലൈക്ക് ടു ഷെയർ ഫ്യൂ വേർഡ്സ് എബൌട്ട് എന്തിനെക്കുറിച്ചാണോ ആ ടോപ്പിക്ക് പറയുക അതിനെക്കുറിച്ച് പറയുക. ലാസ്റ്റ് ലെറ്റ് മീ കൺക്ലൂഡ് മൈ വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. പിന്നെ ജോബ് അപ്ലിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജോബ് അപ്ലിക്കേഷൻ ആകുമ്പോൾ ഫ്രമും ടൂവും ഡേറ്റും കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക, അപ്ലിക്കേഷൻ ടു ദ പോസ്റ്റ് ഓഫ് ഏത് ജോലിക്കാണ്. ഈ ജോബ് അപ്ലിക്കേഷൻ അത് മാത്രം 8 മാർക്കിന് ചോദിക്കും. സോ ജോബ് അപ്ലിക്കേഷൻ്റെ 8 മാർക്കിന് ഒരു എക്സാമ്പിളും അതിൻ്റെ ഫോർമാറ്റൊക്കെ പറയുന്നൊരു വീഡിയോ ഉണ്ട്. അതായിരിക്കും നിങ്ങൾ കാണാൻ നല്ലത്. കുറച്ച് നല്ല സെൻറ്റൻസുകളും എക്സാമ്പിൾസൊക്കെ അതിലുണ്ട്. അത് പഠിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. വേണമെങ്കിൽ ജസ്റ്റ് എഡ്യൂവാലറ്റ് ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ എന്നൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം എന്തായാലും നമുക്ക് പുറമേ നിന്ന് ഒരു പോയിന്റ് തന്നിട്ട് അതിൻ്റെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ചോദിക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഞാനൊരു വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കിക്കോട്ടെ. എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ജോയിൻ ചെയ്ത് ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ടെന്ന്. ഇനി കാണാത്തവരുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് ഓരോ വീഡിയോസായിട്ട് കാണാം. അപ്പോൾ 3 L's of എംപവർമെൻറ്റിൻ്റെ കുറേ പോയിൻറ്റ്സ് ഇവിടെ ഉണ്ട്. അതും ഒരു സ്പീച്ചാണ്. ദ സ്പീക്കർ സേ ദാറ്റ് വുമൺ ക്യാൻ ബി എംപവേർഡ്. We must do 3 things to help women. There are learning, labor and leadership. Women must give education. Women must be given job. അവർക്ക് ജോബ് വേണം, അത്തരം കാര്യങ്ങൾ. Then any woman. It's a beautiful poem. It tells us about the importance of women in a family. They are like pillars of the house. She take care of the family. She hold them together. അങ്ങനെയുള്ള കുറേ പോയിൻറ്റ്സ് ആണ്. Then match box നോക്കുക. It's a story of married couple. Ajit and Nomida are husband and wife. She's from poor family. She is beautiful. One day she find her letter that Ajit hiding. Ajit അവൾക്ക് വരുന്ന ലെറ്റർ ഹൈഡ് ചെയ്യുന്നു. So Ajit hide her letter regularly. One day Nomida find that she quarrel with him. ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ഹൊറിഗല്ലു എന്ന് പറഞ്ഞാൽ സുധാമൂർത്തിയുടെ ആണ്. ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗ്രാൻഡ് ഫാദർ ലിസൺ ടു ദ ട്രാവലേഴ്സ്. അതേപോലെ രത്ന, ദിസ് ഇസ് അനദർ ക്യാരക്ടർ. ഷീ ഓൾസോ ലിസൺ ടു ദ പ്രോബ്ലംസ് ഓഫ് അതേഴ്സ് എന്നുള്ള പോയിൻറ്റ്സ് ഒക്കെയാണ്. നന്നായി വായിച്ചു വിടുക. മെൻഡിങ് വാളിൻ്റെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ പഠിക്കുക. മെൻഡിങ് വാൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോയം അബൌട്ട് 2 walls. Wall separate the 2 neighbors. There is a wall between the poet and his neighbor. They meet every year to repair the wall. So the poet does not love the walls, but the neighbor says good fences make good neighbors. Then Amigo brothers ആണ്. It's a story of 2 friends, Antonio and Felix. They live like brothers. Both had the same dream. They want to become boxing champions. In the tournament they fight for victory. രണ്ടുപേരും നല്ല സ്ട്രോങ് ആയി ഫൈറ്റ് ചെയ്യുന്നു. But in the end they leave without waiting for the result. ഫ്രണ്ട്ഷിപ്പ് അവിടെ വിജയിക്കുന്നു. Hour of Truth എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a one act play. Robert Balvin is a central character. He's a honest man. He worked in Gresham Bank.
Gresham was his close friend, but Gresham misused the fund and was arrested. He asked Baldwin to lie at court. He even offered money, but Baldwin disagreed. All his family members asked Baldwin to tell a lie, but Baldwin is not ready. ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പാഠങ്ങൾ കുറച്ച് പോയിൻറ്റ്സുകളായി ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഒന്നും പഠിക്കാത്തവരുണ്ടെങ്കിൽ ഈ പോയിൻറ്റ്സൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ ഇത് എല്ലാം ഉൾപ്പെട്ടൊരു വീഡിയോ അല്ല, എല്ലാ പാഠങ്ങളും വന്നു, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡാറ്റ സ്കെച്ചുകൾ വന്നു, കുറച്ച് ഫോർമാറ്റുകൾ പറഞ്ഞു തന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വേണം. ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് എല്ലാം വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ചെയ്ത വീഡിയോസാണ്. അതെല്ലാം 1 by 1 ആയിട്ട് കാണുക. ഇനിയിപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് എല്ലാം കാണാൻ പറ്റിയില്ല, പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കുറേ പോയിൻറ്റ്സുകളൊക്കെ ഓർത്ത് വെച്ച് പരീക്ഷ എഴുതുക. പിന്നെ നിങ്ങൾ ഓരോ ദിവസം ഇനി പബ്ലിക് എക്സാമിന് ഞാൻ ഈ പറയുന്ന ടോപ്പിക്സ് എല്ലാം വാട്സപ്പ് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുള്ള എല്ലാ ടോപ്പിക്സും കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനി നമുക്ക് മലയാളം പരീക്ഷ എല്ലാം വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.